തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥി വിജയാഘോഷവുമായി നാട്ടിലെത്തിയപ്പോൾ തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിച്ചയാൾ കിണർ കുഴിക്കുന്ന ജോലിയിലാണ്. കിണറിനടിയിലുള്ള സുഹൃത്തിന് എങ്ങനെ മധുരം എത്തിച്ചു നൽകുമെന്നാണ് ആദ്യം മലപ്പുറം പുൽപ്പറ്റയിലെ ലീഗ് സ്ഥാനാർത്ഥി AT ഉസ്മാൻ ആദ്യം ചിന്തിച്ചത്. പിന്നാലെ പച്ച ലഡുവുമായി കിണറ്റിലേക്ക് ഇറങ്ങി സുഹൃത്തിന് മധുരം നൽകുകയായിരുന്നു. എസ് മഹേഷ് കുമാറിന്റെ റിപ്പോർട്ടിലേക്ക്. ഈ വിജയിച്ചു വരുന്ന സമയത്ത് അദ്ദേഹം കിണറ്റിലാണ്. നിങ്ങൾ തമ്മിൽ അത്ര വലിയൊരു ആത്മബന്ധം ഇഴയടപ്പൊക്കെ ഉണ്ടാവും അല്ലേ? ആ ബന്ധമുണ്ട്. തെരഞ്ഞെടുപ്പുമായിട്ട് ഈ പ്രദേശത്തെ വീടുകൾ കയറാൻ പ്രചരണത്തിലൊക്കെ മുൻപന്തിയിൽ നിന്ന ഒരാളാണ് ഷാവുക്ക. അപ്പോൾ അദ്ദേഹം ഞാൻ വരുന്ന സമയത്ത് എൻ്റെ പ്രവർത്തകർ കിണറ്റിലാണെന്ന് പറഞ്ഞതോടുകൂടി ഞാൻ കിണറ്റിലേക്ക് ആവേശത്തോടു കൂടി ഇറങ്ങലും അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കലും ആലിംഗനം ചെയ്ത് കഴിഞ്ഞു. ഈ ആവേശത്തോടു കൂടി സ്ഥാനാർത്ഥി തന്നെ ഇറങ്ങി വന്നു. പക്ഷേ ആ സമയത്ത് എന്താണ് ഫീൽ ചെയ്ത്? കാരണം എന്താ വെച്ചാൽ താങ്കൾ ജോലിയിൽ കർമ്മനിരതനായിരുന്നു അല്ലേ? അതെ, നമുക്ക് സന്തോഷം തോന്നിയല്ലോ. സ്ഥാനാർത്ഥിനോട് നമ്മളെ ഒപ്പം വന്ന സ്ഥാനാർത്ഥിനോട് നല്ല മതിപ്പ് തോന്നി. പ്രതീക്ഷിച്ചിരുന്നോ? കാരണം സാധാരണ ജോലിയൊന്നും ഉപേക്ഷിച്ചൊന്നും പോകാൻ പറ്റിയില്ല അല്ലേ? പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ജോലി ഇല്ലോണ്ട് പിന്നെ പോയില്ല. അപ്പോൾ സ്ഥാനാർത്ഥി തന്നെ നേരിട്ടുണ്ട് വന്ന്. അതിന് മുമ്പത്തെ ദിവസങ്ങളിലൊക്കെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഓട്ടമായിരിക്കും അല്ലേ? ആ ഒപ്പുണ്ടായിരുന്നു. ഈ ജയിച്ച് ഇപ്പോൾ കിണറ്റിലിരിക്കുമ്പോൾ ശബ്ദമൊക്കെ കേട്ടില്ലേ? ശബ്ദ കോലാഹലങ്ങളൊക്കെ കേട്ടു. ആ, അപ്പോൾ ഷിയാബ് ഇങ്ങോട്ട് വരുന്ന കാര്യം പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, നമ്മളെ വാർഡിൻ്റെ പരിധിയാണ് ഇവിടെ. ഇതാണ് ലാസ്റ്റത്തെ വീട്. ഇങ്ങോട്ടില്ല, അങ്ങോട്ടില്ല. അപ്പോൾ വരുന്നേ നമ്മൾ പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് ഇനി വിരലും കിണറ്റിലേക്ക് ഇറങ്ങലൊക്കെ പോയി. ആ, അടിക്ക് എത്തുമ്പോഴാണ് നമ്മൾ തന്നെ ശ്രദ്ധിക്കണേ. വലിയ സന്തോഷമായി. നല്ല സന്തോഷമായി. നിങ്ങൾ തന്നെ എടുത്ത വിഷ്വൽസ് ഒക്കെ ആളുകൾ കണ്ടു. എന്താണ് ഈ സ്ഥാനാർത്ഥിയെ കുറിച്ച് നാട്ടുകാരൊക്കെ പറഞ്ഞേ? നാട്ടുകാർ പറയാൻ എന്താ, ഒപ്പം നിന്ന പ്രവർത്തകരോട് കിണറ്റിലേക്ക് ഇറങ്ങി അഭിവാദ്യം അർപ്പിച്ച ആളെന്നുള്ള നിലയ്ക്ക് നല്ല കമൻറ്റുകളൊക്കെയാണ് കേൾക്കാൻ കഴിഞ്ഞത്. പുൽപ്പറ്റ പഞ്ചായത്തിലെ തൃപ്പനച്ചിയിൽ നിന്നും എസ് മഹേഷ് കുമാർ, മനോരമ ന്യൂസ്. തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ